ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക പാർവതിയോടും ശരത്തിനോടും നിത്യയോടും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് നിത്യ ചോദിക്കുകയാണ്, ഏട്ടത്തിയുടെ തീരുമാനം എന്താണെങ്കിലും അത് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയാണ്, കല്യാണം കഴിഞ്ഞ പിന്നെ ശരത്തിന് ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പറ്റില്ല, ഭാര്യയും കൊണ്ട് മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചോളണം. അത് കേട്ടപ്പോൾ ശരത്ത് പറയാണ്, അപ്പോൾ കല്യാണം നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ദേവിക പറയാണ്, വധുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. പാർവതി പറയാണ്, നീ എന്തിനാണ് അത് പറയുന്നത്? വധു മറ്റാരുമല്ല, എൻ്റെ മോള് നിത്യ തന്നെയാണ്. അപ്പോൾ ദേവിക പറയാണ്, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ തീരുമാനം പറയുന്നില്ല. അല്ല, എൻ്റെ തീരുമാനം നീ കേട്ടല്ലോ, അപ്പോൾ സ്ഥലം വിട്ടോളണം. ഇത് എൻ്റെ വീടാണ്, ഈ വീട്ടിൽ ഒരു കാരണവശാലും നിന്നെ താമസിപ്പിക്കാൻ പറ്റില്ല. അത് കേട്ട ഉടനെ പാർവതി പറയാണ്, എടി അഹങ്കാരി, മോനെ നീ കൊലക്ക് കൊടുത്തവളാണ്, എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നെ താമസിപ്പിച്ചില്ലേ, എന്നിട്ട് നീ എന്നോട് ഈ ചതി തന്നെ ചെയ്യണം. ഇതിന് അമ്മയോട് ഞാൻ ഇറങ്ങി പോവാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ. അമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എന്തിനാണ് ഇവനോട് നന്ദി കാണിക്കണം? ഇവൻ നിത്യയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നാണ് അമ്മയുടെ മറുപടി എങ്കിൽ ആ നന്ദി ഞാൻ ഇവനോട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവനോട് കല്യാണം കഴിയുന്നവരെ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞത്. ഇനി കൂടുതലൊന്നും നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ദേവിക അകത്ത് പോവാണ്. ഒപ്പം തന്നെ നിത്യയും പോവാണ്. അപ്പോൾ പാർവതി ശരത്തിനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് ഞാൻ അവളോട് പറഞ്ഞാലോ? അവളോട് നേരിട്ട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് ശരത്ത് ദേവികയുടെ അടുത്തേക്ക് ചെല്ലണം. ഒന്നവിടെ നിന്നേ, നിനക്കിപ്പോൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ദേവിക, സംശയം എന്താണ്? ഉറപ്പായും നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. അതിന് ഞാൻ നിത്യയുടെ കഴുത്തിൽ താലി കെട്ടിയ ഉടനെ പിന്നെ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. നീ എപ്പോ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഞാനായിരിക്കും. അതിന് നീ നിത്യയുടെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ? നീ ഒരിക്കലും നിത്യയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്താകുക തന്നെ ചെയ്യും. അപ്പൊ നീ പുതിയ വീടൊന്നും അന്വേഷിക്കേണ്ട, നിനക്കുള്ള വീടും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സെൻട്രൽ ജയിലിലേക്ക് നിന്നെ ഇവിടെ നിന്നും താമസം മാറ്റാൻ വേണ്ടി പോകുന്നത് അവിടേക്കാണടാ. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നാലേ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നല്ലതുപോലെ അറിയാം. എൻ്റെ ഉള്ളിൽ മറ്റൊരു ശരത്തുള്ളത് നിനക്ക് കൂടി അറിയാലോ. എന്തൊക്കെ നേടണമെന്ന് കരുതിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ നേടിയിരിക്കും. അതിന് ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യും. നിന്നെ കൊന്നുകളയാനും എനിക്കൊരു മടിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവിക പരിഹാസത്തോടു കൂടി, ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് അത് കേൾക്കുന്നത്. എന്നിട്ട് പറയണ, നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഈ വിവാഹം നടത്തില്ലടാ, ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. അപ്പോൾ ശരത്ത് പറയണേ, നീ എന്തിനാണ് വെറുതെ തടസ്സം നിൽക്കുന്നത്? ഞാൻ നിത്യ വിവാഹം കഴിക്കണമെന്നുള്ളത് ഈ വീട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? നിനക്ക് ജോലി കിട്ടി, ഈ വീട് കിട്ടി, പിന്നെ എന്തിനാണ് നീ വെറുതെ തടസ്സം നിൽക്കുന്നത്? ഞാൻ അവളുടെ ഏട്ടത്തിയാണ്, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഒരു നരകത്തിലേക്ക് പറഞ്ഞു വിടില്ല. നിന്നെപ്പോലത്തെ ഒരു കഴുകന് ഞാൻ അവളെ ഒരിക്കലും കൈപിടിച്ച് കൊടുക്കാൻ സമ്മതിക്കില്ലടാ. നീ എതിർക്കാൻ നിന്നാൽ നിനക്ക് തന്നെയാണ് നാശമുണ്ടാവുന്നത്. നീ നിത്യയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നാൽ നിന്റെയാണ് നാശമുണ്ടാവുക എന്ന് പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത്. അത് കേട്ടപ്പോൾ ശരത്തിന് നല്ല ദേഷ്യം വരികയാണ്. ഇത് പാർവതിയുടെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പാർവതി നീ ഇങ്ങനെ വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുന്നത്? ദേവിക പറയുന്നത് കേട്ടിട്ടാണോ? നീ അതിനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല അമ്മേ, അവളിപ്പോൾ പഴയ ദേവികയല്ല. അവൾക്കിപ്പോൾ ജോലിയും ഈ വീടും ഒക്കെ കിട്ടിയപ്പോൾ അവൾക്ക് നല്ല അഹങ്കാരമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ, അതിനെന്താ, അവൾ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. നിത്യയും ശരത്തും ഇവിടെ നിന്ന് പോയാൽ നമ്മളും അവരോടൊപ്പം പോവും. അപ്പോൾ മനോഹരേട്ടനെ കൂടെ കൂട്ടാൻ കഴിയില്ലല്ലോ. ശരത്ത് മോൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അത് നീ പറഞ്ഞത് ശരിയാണ്. ശരത്തിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞാൻ മനോഹരൻ്റെ അമ്മയല്ലേ, ഞാൻ പറയുന്നത് നീ അനുസരിക്കും. മനോഹരനെ ദേവിക നോക്കട്ടെ. ദേവികയ്ക്കല്ലേ ഈ വീടൊക്കെ എഴുതി കൊടുത്തത്, അപ്പോൾ അവൾ തന്നെ നോക്കട്ടെ. അവൾ അതിന് ജോലിക്കാരിയല്ലേ അമ്മേ? ആ ജോലിക്കാരി ആയാലെന്താ, അവൾക്ക് ഹോം നേഴ്സിനെ വെക്കാലോ. നമുക്കിപ്പോൾ രക്ഷപ്പെടാൻ ഒരു അവസരം ഈശ്വരനായിട്ട് തന്നതാണ്. അതുകൊണ്ട് നമുക്ക് നിത്യയുടെയും ശരത്തിൻ്റെയും ഒപ്പം അങ്ങ് പോവാം. അല്ലാതെ നീ മനോഹരനെ ഓർക്കണ്ട എന്നൊന്നും പറയുന്നില്ല ഞാൻ. ഭർത്താവിനെ ഓർക്കണം. പക്ഷേ ഈ കാര്യത്തിൽ നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നമുക്ക് അവരോടൊപ്പം പോവാം. മനോഹരനെ ദേവിക നോക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ പാർവതി അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് നിത്യ ആലോചിച്ചിരിക്കുമ്പോൾ ദേവിക ചെല്ലാണ്, എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? അല്ല ഏട്ടത്തി, ആ ശരത്ത് പറഞ്ഞതുപോലെ ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അവൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടുമോ എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? അല്ല, നമുക്ക് പോലീസിൽ അങ്ങ് പരാതി കൊടുത്താലോ? റൂബിയെ കൊന്നതൊക്കെ ശരത്താണെന്ന് അങ്ങ് പറഞ്ഞാലോ? അപ്പം പിന്നെ അവനെ അറസ്റ്റ് ചെയ്യല്ലോ. പോലീസുകാർ പറഞ്ഞ ഉടനെ തന്നെ അതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ, നീ എന്താ ഈ പറയുന്നത്? തെളിവുകളില്ലാതെ പോലീസ് ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ വിവാഹം ശരത്തുമായിട്ട് മുടക്കുക? എങ്ങനെയാണ് അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക? അതൊക്കെ സിദ്ധു ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളോടൊപ്പം സിദ്ധുവും കൂടി ഉണ്ടല്ലോ. സിദ്ധുവിന് നല്ല വിശ്വാസം
വിശ്വാസമുണ്ട്. നിന്റെ വിവാഹത്തിൻ്റെ മുന്നേ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യും, എനിക്കത് ഉറപ്പുണ്ട്. എന്തായാലും ഞാൻ നാളെ സിദ്ധുവിനെ കണ്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം, എന്താണ് സിദ്ധുവിൻ്റെ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ സിദ്ധുവിനോടൊന്ന് പറയണം, റൂബിയുടെ കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തണം. എന്നിട്ട് എല്ലാം കൂടി ഒറ്റ പരാതിയായിട്ട് തന്നെ ശരത്തിനെതിരെ കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. നീ ടെൻഷൻ ആവാതിരിക്കെ, നിനക്ക് ടെൻഷൻ ഉണ്ടാവരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ ജീവിതമല്ലേ, അപ്പോൾ നിനക്ക് ഉറപ്പായും ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ വേണം. പക്ഷേ നിന്നെ ഒരിക്കലും ഈ ഏട്ടത്തി കൈവിടില്ല. ഏട്ടത്തിയുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് ദേവിക നിത്യയ്ക്ക് ധൈര്യം കൊടുത്ത ശേഷമാണ് പോകുന്നത്. പിന്നീട് ശരത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാർവതി വിളിക്കുകയാണ്. അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോനെ, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. എൻ്റെ വിവാഹം ഒന്ന് കഴിയട്ടെ, അമ്മയെ ഇനി അടുക്കളയിലൊന്നും കയറ്റില്ല, ഒരു സർവൻറ്റിനെ ഞാൻ വെക്കും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ സുതിമോനുള്ള കാലത്ത്. ഇപ്പോൾ ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. എനിക്കിപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. സുധി സാറിൻ്റെ സ്ഥാനത്തേക്കല്ലേ ഞാൻ വരുന്നത്. സുധി സാർ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയായിരിക്കും എൻ്റെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അമ്മ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ശരത്ത് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ദേവിക അവിടേക്ക് വരുന്നത്. അപ്പോൾ ദേവിക പറയണേ, എന്താണാവോ, ആറ് കഴിക്കാൻ വേണ്ടി പോവുകയാണോ? ദിവസവും വന്ന് വെട്ടി വിഴുങ്ങി കഴിക്കുന്നുണ്ടല്ലോ, ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുകൂടി അറിയണ്ടേ? അപ്പോൾ പാർവതി പറയണേ, ഞാനല്ലേ ഉണ്ടാക്കുന്നതൊക്കെ അമ്മ തന്നെയാണ്. പക്ഷേ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ഇതിനുള്ള പണം എവിടുന്നാണ്? കുറെ കാലം ഇവൻ ഇവിടെ നിന്നും ഓസിന് കഴിച്ചില്ലേ? അതെന്തായാലും പറ്റില്ല. ഇനി ഇവിടെ ശരത്തിന് താമസിക്കണമെങ്കിൽ വാടക തരണം. ഓ പാർവതി പറയണേ, എന്ത് വൃത്തികേടാടി നീ പറയുന്നത്? ഇവൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് നീ പറയുന്നത്? അപ്പോൾ ദേവിക പറയണേ, ഇവൻ ആരാണെന്നുള്ളത് ഇവിടെ പറയാൻ കൊള്ളില്ല അമ്മ. എന്നെ നിത്യയുടെ ഭർത്താവാൻ പോകുന്ന ആൾ എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആയിട്ട് എന്നോട് പറഞ്ഞാൽ മതി. അതുവരെ ഇവൻ പുറത്തുള്ള ഒരാളായിട്ടാണ് കാണാൻ കഴിയും. അല്ല, ഇവനിപ്പോൾ വലിയ പണക്കാരനാണെന്നല്ലേ പറയുന്നത്? അങ്ങനെ ആവുമ്പോൾ ഇവനങ്ങ് വാടകയൊക്കെ കൊടുത്തോട്ടെ, അമ്മയ്ക്ക് അതൊരു സഹായവും ആവുമല്ലോ. അത് കേട്ടപ്പോൾ പാർവതി പറയണേ, വേണ്ട മോനെ, എനിക്ക് വാടകയൊന്നും നീ തരണ്ട. അപ്പോൾ ദേവിക പറയണേ, ഹൗസ് ഓണർ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ. വഴക്കിന് വരാതിരിക്കുന്നതാണ് ബുദ്ധി എന്നും പറഞ്ഞാണ് ദേവിക അകത്ത് പോകുന്നത്. അപ്പോൾ ശരത്ത് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാർവതി, വാ മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേണ്ട അമ്മേ, എൻ്റെ വയറ് നിറഞ്ഞു എന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീട് പാർവതി മുത്തശ്ശിയോട് ചെന്ന് കാര്യം പറയാണ്. ദേവിക ശരത്തിനോട് വാടക ചോദിച്ചതിനെ കുറിച്ച് കേട്ടപ്പോൾ മുത്തശ്ശി പറയാണ്, ഇന്നിപ്പോൾ അവൾ ശരത്തിനോട് ചോദിച്ചു, ഇനിയിപ്പോൾ നാളെ നമ്മളോട് ചോദിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ആ മനോഹരനാണ്. മനോഹരൻ്റെ പിടിപ്പുകൊണ്ടുണ്ടല്ലേ അവളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ പാർവതി പറയണേ, എന്തിനാണ് അവൾ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളോട് അതിന് മാത്രം അധികം ഒരു ദ്രോഹവും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അവൾക്ക് അസൂയാണ്, അല്ലാതെ വേറെന്താണ്? നിത്യയും ശരത്തും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നുള്ള അസൂയാണ്. അതിന് അവളോടും വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളാരും അതിന് തടസ്സം നിന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവൾക്ക് അസൂയ, അല്ലാതെ എന്താ? പിന്നെ നിത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ശരത്ത് ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്നത്. അവനെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിത്യയുടെ ഭാവി എന്താവും? അതുകൊണ്ട് നിത്യയോട് ശരത്തിനെ നല്ലതുപോലെ ഇരിക്കാൻ പറയണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാവും എന്ന് പറയണ്. അങ്ങനെ പാർവതി നേരെ നിത്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ നിത്യ ചോദിക്കുകയാണ്, എന്താ അമ്മയുടെ മുഖം അങ്ങനെ കടുന്നൽ കുത്തിയതുപോലെ? അത് പിന്നെ ദേവികയുടെ ഈ വാടക ശരത്തേട്ടനോട് ചോദിച്ചു എന്ന് കരുതിയിട്ടാണോ? അതിലൊരു തെറ്റുമില്ല. ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക? അതിന് അവനിവിടേക്ക് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ലല്ലോ, നമ്മളല്ലേ നിർബന്ധിച്ച് അവനെ ഇവിടെ നിർത്തിയത്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അതുകൊണ്ടല്ലേ അവനിപ്പോൾ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. അല്ലെങ്കിൽ എന്താ അമ്മ പറഞ്ഞു വരുന്നത്? എൻ്റെ കല്യാണം നടക്കില്ല എന്നായിരുന്നോ? അതല്ല, നിനക്ക് ഇത്രയും നല്ല പയ്യനെ കിട്ടില്ലായിരുന്നല്ലോ. അമ്മയുടെ പ്രശ്നം എന്താണെന്നോ? അമ്മ കൂടുതൽ ശരത്തിനെ അമിതമായി വിശ്വസിച്ചു, അതാണ് അമ്മയുടെ പ്രശ്നം. ആ ശരത്തിനെ കുറിച്ച് കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അമ്മ അതൊന്നും വിശ്വസിക്കില്ലല്ലോ. എന്തായാലും അമ്മയുടെ ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റുള്ളവരുടെ ചെലവിനാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് എന്നൊരു തോന്നൽ അമ്മയുടെ മനസ്സിലുണ്ടല്ലോ. അതില്ലാതിരിക്കാൻ ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പായും ഒരു കമ്പനിയിൽ ജോലി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആരും പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. അത് കേട്ടപ്പോൾ പാർവതി പറയാണ്, വേണ്ട, നീ ജോലിക്കൊന്നും പോവേണ്ട, അത് ശരത്തിന് ഇഷ്ടാവില്ല. ആർക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഞാൻ ജോലിക്ക് പോകും. എൻ്റെ അച്ഛൻ അവിടെ സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് നിത്യ പോകുന്നത്. അപ്പോൾ പാർവതി നിത്യയും ഒന്നും അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് ദേവിക സിദ്ധുവിനെ കാണാൻ വേണ്ടി ചെല്ലണം. എന്നിട്ട് ശരത്തിനോട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സിദ്ധുവിനോട് പറയുമ്പോൾ, അപ്പോൾ അവനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള പരിപാടിയാണല്ലേ? അങ്ങനെ അവൻ ചാടുമോ?
ഹേയ് ചാടാനൊന്നും സാധ്യതയില്ല. പക്ഷേ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ കടുപ്പിച്ച് പറയുമ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത്രയ്ക്ക് പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ നിത്യയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസമുള്ളത്. അവളെ രക്ഷിക്കാൻ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവണമല്ലോ. അതിനിപ്പോൾ ഇനി എന്താണ് ഒരു വഴി എന്നാണ് ആലോചിക്കുന്നത്. റൂബിയുടെ കേസൊക്കെ പറഞ്ഞാൽ അവനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ സിദ്ധു എന്ന് ചോദിക്കും. റൂബിയെയും നടേശനെയും കൊന്നത് അവനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താണ് ഒരു വഴി സിദ്ധു? ഇനിയിപ്പോൾ അച്ഛന് ഇൻസുലിൻ ഇങ്ങനെ കൊടുത്തത് അവനാണെന്നുള്ളത് തെളിയിക്കണം. അതിനാണ് ഒരു വഴി. അത് എങ്ങനെ തെളിയിക്കും? അതിപ്പോൾ നീയും നിത്യയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ശരത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് സ്ഥാപിച്ച് അവൻ രക്ഷപ്പെടും. അമ്മയോ മുത്തശ്ശിയോ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. അതിന് ഒരിക്കലും അമ്മയും മുത്തശ്ശിയും അങ്ങനെ പറയില്ല സിദ്ധു. പിന്നെ എന്താണ് ഒരു വഴി? ഒന്ന് ആലോചിക്കാം. ഞാനും ഒന്ന് ആലോചിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അങ്ങനെ നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം. അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞ് സിദ്ധുവും ദേവികയും അതിനുള്ള വഴികളാണ് ഇനി ആലോചിക്കുന്നത്. ഇനി ദേവികയ്ക്കും സിദ്ധുവിന് അവസാനം കിട്ടുന്ന വഴി മൊബൈലിൽ ശരത്ത് പറയുന്നതെല്ലാം തന്നെ റെക്കോർഡാക്കി വെക്കാം എന്നുള്ളതാട്ടോ. ആ ഒരു തെളിവാണ് ഇനി ദേവിക ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ശരത്തിനെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കണം. അവനെ ദേഷ്യം പിടിപ്പിച്ച് അവൻ്റെ വായ കൊണ്ട് തന്നെ അച്ഛനെ ഇങ്ങനെ വരുത്തിയത്, അച്ഛനെ ഇൻസുലിൻ കൂട്ടിവെച്ചത് അവനാണെന്നുള്ളത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. എന്നിട്ട് അത് വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ദേവിക ഇനി അടുത്തത് ശരത്തിനെ കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത്.